ഹായ് ഹലോ അങ്ങനെ ഞങ്ങൾ വയനാട് വൈറ്റ് ഫോറസ്റ്റ് റിസോർട്ട് എത്തിയേട്ടാ. എത്തിയ പാടന്നെ വേഗം റെഡിയായി ഞങ്ങൾ പൂളിലേക്ക് പോകേണ്ട പുറപ്പാടാണ്. പ്രൈവറ്റ് റിസോർട്ട് എടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രൈവസി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇനി ഇച്ചിരി നേരം പൂളിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോവാം കേട്ടോ. എന്താ പറയുക, എല്ലാവരുടെ ലൈഫിലും നമുക്ക് ഓഫീസിലായാലും ഇപ്പം എന്ത് പേഴ്സണൽ പ്രോബ്ലംസ് ആയാലും ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൈൻഡ് റിലീഫ് ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളാട്ടോ. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെതായ വഴിക്ക് വിടുക. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ കുറച്ച് നമ്മുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ സോൾവ് ആകാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ട്രിപ്പോ അതുപോലെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഇതുപോലെ നമുക്ക് പോകാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആക്കാൻ തന്നെ പാടില്ല കേട്ടോ. അപ്പം നമ്മളിതേ അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫുള്ള് ഒരു നൈറ്റ് വൈബ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ ട്രാവലറിൽ ഫുള്ള് ഫോഗും പാട്ടും ഒക്കെ ആയിട്ട് ലൈറ്റും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു നൈറ്റ് ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും തന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യുക. എന്താ പറയുന്നത്, എല്ലാവരും ഞാൻ പറയുന്ന കാര്യമല്ലേ. കാരണം നമുക്ക് ഫ്രണ്ട്സിനൊപ്പം കിട്ടുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാല്യുബിൾ ആയിട്ടുള്ള ടൈം തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം കിടന്നിറങ്ങി. പിന്നെ രാവിലെ എണീറ്റു. ഞങ്ങൾ ഗേൾസൊക്കെ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ ഓരോ കട്ടൻ ചായയൊക്കെ ആക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ ബോയ്സ് ഒന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഇനി അവരൊക്കെ കുത്തിപ്പൊക്കി എണീച്ചിട്ട് വേണം നമുക്ക് ഇനി ഓരോ സ്ഥലങ്ങളിലായിട്ട് പോകാനായിട്ട്. കാരണം ഇന്ന് നൈറ്റ് ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചെത്തണം. അതിന് മുന്നേ മാക്സിമം പറ്റുന്ന സ്ഥലങ്ങൾ കാണുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. അപ്പം വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ കവറാവുന്നുണ്ട്. അപ്പോൾ നല്ല അപ്പവും അതുപോലെ തന്നെ മുട്ടക്കറി ആട്ടോ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തന്നത്. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റിസോർട്ടിൽ നിന്ന് പാക്കപ്പൊക്കെ ചെയ്ത് ട്രാവലർ കയറി ഞങ്ങളത് ആദ്യം പോകുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ ലാസ്റ്റ് ബാച്ച് ആയിപ്പോയി, സാരില്ല, എന്നാലും നമുക്ക് അവിടെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ബസ്സിലാട്ടോ ഞങ്ങളെല്ലാവരും പോകുന്നത്. നമ്മൾ കുറച്ച് പേരുള്ളത് കൊണ്ട് നമുക്ക് ആ ലാസ്റ്റ് സീറ്റ് നമുക്ക് തന്നെ അവർ തന്നായിരുന്നേ. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഏർലി മോർണിംഗ് വന്നാലാണ് ഇവിടുത്തെ ആ ഒരു വൈബ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മൃഗങ്ങളെ മാത്രമേ നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ എല്ലാം കൂടി അങ്ങ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാനൊരു ടൈമും കിട്ടിയില്ല. കാരണം പുറത്തുള്ള കാഴ്ചയും കാണണം, ക്യാമറയിൽ ഇതൊക്കെ വീഡിയോ പിടിക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ചിലതൊക്കെ എന്നോട് മിസ്സായി പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തമായിട്ടൊന്ന് കണ്ടു. അതിനുശേഷം പിന്നെ അവിടെ കുറച്ച് സമയം എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണമല്ലോ. അപ്പം മാക്സിമം ടൈം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാമെന്നുള്ളത് തന്നെയാണ്. പിന്നെന്താ, വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കണമല്ലോ, അതിനും കൂടി ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തുള്ള ചെറിയൊരു കുട്ടിയൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ നല്ലൊരു ചായയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.